Hello, good morning. Good morning, good morning. Welcome to China. Yeah, we are going to watch today the Yeah, Great Wall. it is very the famous section of the Great Wall in China. Yes. It came from Ming Dynasty, Czech. Yeah, okay. So here we are approaching. We are start to become the heroes. Yes, sure. Okay, hi guys. Hi, we are going to start. Okay, this is the one of the wonder of the world, Great China Wall. We are going to start. Yeah, ready? Yeah, we are ready. Are you ready to challenge to become the heroes here? Yes, heroes Yeah. are here. Okay, here we go. ചൈനയിലെ വൻമതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമാകുന്നത് അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണെന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ഞാൻ കണ്ട മനുഷ്യനിർമ്മിതമായ അത്ഭുതങ്ങളിൽ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമാണ്. ഇതിങ്ങനെ മലകളും കുന്നുകളും മരുഭൂമിയും ഒക്കെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ട് 21,196 കിലോമീറ്ററോളം ഇങ്ങനെ നീണ്ട് നിരന്ന് കിടക്കുന്ന വലിയൊരു അത്ഭുത സംഭവമാണ്. അയൽ രാജ്യക്കാരായ ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണം തീരെ സഹിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇതേ നിലയിൽ മിങ് ഡൈനസ്റ്റിയുടെ കാലത്ത് ഇതേ നിലയിൽ ഈ ഒരു മതിൽ നിർമ്മിക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് മുകളിൽ നിരീക്ഷണ ഗോപുരങ്ങളുണ്ട്, അതുപോലെ തന്നെ കോട്ടകളുണ്ട്, സൈനിക ക്യാമ്പുകളുണ്ട്. ഈ കാടുകളിലൊക്കെ ഒളിച്ചിരുന്നു കൊണ്ട് ഒളിപ്പോരാളികളായ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്ന സമയത്ത് ഇതിന് മുകളിൽ തീയും പുകയും ഒക്കെ കാണിച്ചുകൊണ്ട് 100 കിലോമീറ്ററിലധികം ദൂരത്ത് സൈനികരെ കാണിച്ചുകൊണ്ട് ഈ അക്രമികളെയൊക്കെ തുരത്തി ഓടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഗോപുരങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ പണിതിട്ടുള്ളത്. ഏതായാലും അന്നത്തെ ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയും ധൈര്യവും അവരുടെ നിശ്ചയദാർഢ്യവും നമുക്ക് ഈ ലോകത്തിന് കാണിച്ചു തരുന്ന ഒരു വൻ സംഭവമാണ് ഈ ചൈനയിലെ വൻമതിൽ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ടെക്നോളജി ഇത്രയും വികസിച്ച ഈ കാലഘട്ടത്തിൽ പോലും നിർമ്മിക്കൽ അസാധ്യമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പണ്ട് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ വായിക്കും പഠിക്കുകയൊക്കെ ചെയ്ത ഈ അപൂർവ അത്ഭുതം നേരിട്ട് കാണുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്.